الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, അല്ലാഹുവേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹത്തായ ഒരു അമലിനെ കുറിച്ചാണ്. ഒരുപാട് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരോട്, ദാരിദ്ര്യം കൊണ്ട് വലിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ സമ്പത്തിൽ അല്ലാഹു ഉയർച്ച നൽകാനുള്ള ഒരു മഹത്തായ ദിക്റാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവും. ഈ മഹത്തായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്നതാണ്, അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. അതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിനെ അല്ലാഹു എടുത്തു കളയുന്നതാണ്. അതുപോലെ നിങ്ങൾ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. അത്ര മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ മേഖലകളിലും പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് സമ്പത്ത് വേണം മുഅ്മിനീങ്ങളെ. അപ്പൊ എല്ലാ മേഖലകളിലും പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് സമ്പത്ത് വേണം. സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാര് പഠിപ്പിച്ചു തന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യങ്ങൾ നീങ്ങിപ്പോവുകയും അനുഗ്രഹങ്ങളുടെ വഴികൾ ധാരാളം വരികയും ചെയ്യുന്നതാണ്. പൊന്നാര നബിയോട് സമ്പത്തിനു വേണ്ടി കേണപേക്ഷിച്ച് കരഞ്ഞു പറയുകയാണ്. നേരത്തെ സഹാബിയായിരുന്ന വ്യക്തി എന്ന വ്യക്തി സമ്പത്ത് കൂടുതലായി കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പാവപ്പെട്ട വ്യക്തിയാണ് യാ റസൂലല്ലാഹ്, സമ്പത്ത് വരാൻ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിനോട് സഅലബ പറയുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഹിറ്റാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെട്ട്, ഉള്ള സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സമ്പത്തിനേക്കാൾ വളരെ നല്ലതാണ്. അപ്പോൾ സഅലബയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിനക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നതാണ് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും നല്ലത് അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് കൊണ്ട് നീ ജീവിക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഅലബയോട് പറയുകയാണ്. നബി തങ്ങൾ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടും ആ വ്യക്തി പറഞ്ഞു, എനിക്ക് സമ്പത്ത് വേണം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് സമ്പത്ത് വേണം. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സമ്പത്തിന് ധാരാളം വന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ട് സഅലബയ്ക്ക് ധാരാളം സമ്പത്ത് വരികയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സമ്പത്ത് വരുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ഒരു പേരുണ്ടായിരുന്നു. ആ സഅലബയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു. സമ്പത്ത് വരുന്നതിന് മുമ്പ് ആ സഅലബയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് ആ പേര്? മദീനയിലെ വെള്ളമാടപ്രാവ് എന്ന്. കാരണം എപ്പോഴും മദീന പള്ളിയിൽ ഉണ്ടാകുന്നയാളാണ്. ഏത് സമയത്ത് നോക്കിയാലും ആരില്ലെങ്കിലും മദീന പള്ളിയിൽ ആ വ്യക്തി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മൂലം ഒരാടിനെ സംഭാവനയായി കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന കാരണം സഅലബയ്ക്ക് സംഭാവനയായി കിട്ടി. ആ ആട് നല്ല പാല് ചുരത്തുന്ന ആടായിരുന്നു. ആ പാല് വിറ്റ് മറ്റൊരാടിനെ വാങ്ങി. അങ്ങനെ ആടുകൾ ധാരാളം വരാൻ തുടങ്ങി. അങ്ങനെ വികസിച്ചു വന്നോ 30-ലധികം ആടുകൾ വന്നപ്പോൾ ജമാഅത്തിന് പോകുന്ന എണ്ണം കുറഞ്ഞു. 5-ൽ 2ആയി മാറി. 40 ആടുകൾ വന്നപ്പോൾ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന എണ്ണങ്ങൾ കുറയുകയാണ്. 40 ആടുകളായപ്പോൾ ജമാഅത്തിന്റെ എണ്ണം കുറയുകയുണ്ടായി. അവസാനം 100-ലധികം ആടുകളായപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനുഷ്യന്റെ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ വെള്ളിയാഴ്ച ദിവസം മാത്രം വരാൻ തുടങ്ങി, ജുമാ ദിവസം മാത്രം. അങ്ങനെ 100 ആടുകളായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിനായിട്ട് സഹാബിമാരെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ അത് കൊടുക്കാൻ ഈമാനുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബത്തിനെ
100 ആടായപ്പോൾ ഒരു ആടിന് സക്കാത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സാലബിയുടെ അടുക്കൽ സഹാബത്തിനെ പറഞ്ഞു വിട്ടു. പക്ഷേ സാലബ ആ സക്കാത്ത് കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എനിക്ക് എത്ര സമ്പത്ത് വന്നാലും ഞാൻ അത് നിയമമനുസരിച്ച് സക്കാത്തും മറ്റു പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ സാലബ ആ സാലബ മാറിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാലബയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി. അത് സാലബ അറിയുകയും പിന്നെ സക്കാത്തുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ സക്കാത്ത് സ്വീകരിക്കേണ്ടെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു എന്നോട് പറഞ്ഞു. മാത്രമല്ല, നീ തുടക്കത്തിൽ പറഞ്ഞെന്താണ്, എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ തീർച്ചയായും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, പരിശുദ്ധമാക്കപ്പെട്ട ദീനിനു വേണ്ടി ഞാൻ സക്കാത്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ നീ അത് കൊടുക്കാതെ പിന്മാറിയിരിക്കുകയാണ്. നീ കരാർ ലംഘിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ അടുക്കൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണ്ട എന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. മാത്രമല്ല, നീ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കേണ്ടത് അല്ലാഹു എന്നോട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പിൽക്കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ സക്കാത്ത് കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാതെ സക്കാത്ത് നിങ്ങൾക്ക് വേണ്ട. നോക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹാബിയായിരുന്ന സന്തോഷത്തോടെ ജീവിച്ച ആ മനുഷ്യൻ അല്ലാഹുവിന്റെ നിയമത്തിന് ലംഘനം നടത്തിയപ്പോൾ മുനാഫിഖായി ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, പടച്ചവനെ, നിന്റെ ദീനിന് ഉപകാരമായ സമ്പത്ത് നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. പണമുള്ള സഹാബിമാരുണ്ടായിരുന്നു. അവർ അതനുസരിച്ച് വിനിയോഗിച്ചു. അവർ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സമ്പത്തുണ്ടാകാൻ കടങ്ങളുള്ളവർ കടങ്ങൾ വീടിക്കിട്ടാൻ 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുക. അപ്പോൾ അല്ലാഹു സാമ്പത്തികത്തിന്റെ വഴികൾ വിശാലമാക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. 2 റക്അത്ത് ദുഹാ നമ്മൾ നമസ്കരിക്കുക. 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ ബാസിത്ത് യാ അല്ലാഹ്, 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 യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ദിക്ർ 10 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. കൈകൾ മുകളിലോട്ട് ഉയർത്തി അത് ചൊല്ലിയതിനു ശേഷം കരങ്ങൾ മുകളിലോട്ട് ഉയർത്തി ആത്മാർത്ഥമായ ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ, എനിക്ക് ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ ദാരിദ്ര്യങ്ങൾ മാറ്റണേ പടച്ചവനെ, ഐശ്വര്യങ്ങളും സമ്പത്തുകളും നീ എനിക്ക് നൽകണേ അല്ലാഹ്. മാത്രമല്ല, നീ എനിക്ക് സമ്പത്ത് തരുമ്പോൾ അതെല്ലാം നിന്റെ ദീനിനു വേണ്ടി ചിലവഴിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. ഐശ്വര്യമായ ഒരു ജീവിതം അല്ലാഹു നൽകുന്നതാണ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിനെ അല്ലാഹു പിഴുതു കളയുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? എല്ലാ മുഅ്മിനീങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ അമൽ ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. ദുഹാ നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരമാണ്. ദുഹാ നമസ്കാരം നിങ്ങൾ എല്ലാവരും നമസ്കരിക്കണം. ദുഹർ നമസ്കാരത്തിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് നിസ്കരിക്കാവുന്ന നമസ്കാരമാണ് ദുഹാ നമസ്കാരം. അതിന്റെ തുടക്കം സൂര്യൻ ഉദിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സൂര്യൻ ഉദിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് ദുഹർ ബാങ്ക് കേൾക്കുന്നതിന് 15 മിനിറ്റ് വരെ നിസ്കരിക്കാവുന്ന ഒരു മനോഹരമായ നമസ്കാരമാണ്. അപ്പൊ ഈ ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ പറയപ്പെട്ട മഹത്തായ ദിക്ർ ഒരു 10 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ, നീ സാമ്പത്തികമായ ഉയർച്ച എനിക്ക് നൽകണേ അല്ലാഹ്. ഈ
ചെറിയ ചെറിയ അമലുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യമായി നിങ്ങൾ കൊണ്ടുവന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സാലിഹായ അമലുകൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്നതാണ്. അതുപോലെ പടച്ചവൻ ഒരുപാട് ആയുസ്സ് നൽകുന്നതാണ്. അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും പടച്ചവൻ നൽകുന്നതാണ്. പടച്ചവരെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സാലിഹായ അമലുകളൊക്കെ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റബ്ബനാ കമാ റബ്ബനാ സിഗാറാ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് വരയുന്നവരുടെ റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ്. ഞങ്ങൾ പലരും വാടക വീടുകളിൽ കഴിയുന്നവരാണ്. സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായമായി നിൽക്കുന്ന പടച്ചവനെ, അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായി ഞങ്ങളെ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും മക്കളില്ലാത്തവരാണ് പടച്ചവനെ. എത്രയോ ദമ്പതിമാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, അവർക്ക് പലരും മക്കളില്ലാത്തവരാണ്. നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് റബ്ബേ, അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. പടച്ചവനെ, തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, മാറ്റപരിതവും, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. അപകടകർമ്മങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സിലുള്ളവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ ധാരാളം നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, സർവ്വ ഖൈറുകളും നൽകണേ അല്ലാഹ്. പരിശുദ്ധ ശഅബാനിലൂടെയാണ് റബ്ബേ ഞങ്ങൾ നിലകൊള്ളുന്നത്. ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് വരണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫഖ്നാ ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസാഇരിൽ അഅമാലി സാലിഹാത്തി യാ റബ്ബൽ ആലമീൻ. റഹ്മർ റഹീമിനായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ ധാരാളം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവർ പലരും രോഗികളാണ്. നീ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധിപൂർവ്വം ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പഠിക്കാനുള്ള ഉന്മേഷവും ആവേശവും നൽകണേ അല്ലാഹ്. റബ്ബേ, സർവ്വ അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ദുയാലുകളുടെ അസൂയിൽ നിന്നും മരണക്കാരുടെ പാപത്തിൽ നിന്നും കൊടുത്രങ്ങളിൽ നിന്നും അല്ലാഹുവേ, സർവ്വ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാഗരീകളുടെ സിഹറുകളിൽ നിന്നെല്ലാം
അക്രമങ്ങളുടെ അക്രമത്തിൽ നിന്ന് കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ വീഡിയോകളിൽ കാണുന്ന എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.